നമസ്കാരം. തട്ടിപ്പ്, വെട്ടിപ്പ്, ഭീഷണി, ഭൂമി കയ്യേറ്റം എന്നുവേണ്ട സകലമാന വേണ്ടാധീനങ്ങളിലും കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുള്ള പാർട്ടിയാണ് CPM. മര്യാദയ്ക്ക് സംസാരിക്കാൻ CPMന്റെ പല നേതാക്കൾക്കും അറിയില്ല. ഭീഷണിയും വിരട്ടലുമാണ് അവരുടെ മുഖമുദ്ര. ഇടുക്കിയിൽ തന്നെ എത്രയോ കയ്യേറ്റങ്ങൾ CPM നേതാക്കൾ നടത്തിയതായുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. മുൻ മന്ത്രിയും ഉടുമ്പൻചോലയുടെ ഐശ്വര്യവുമായ MM മണിയുടെ സഹോദരനായ ലംബോധരനും ഏക്കർ കണക്കിന് ഭൂമി കയ്യേറി എന്ന ആരോപണം നേരിടുന്നയാളാണ്. ഇടുക്കിയിൽ ഏലത്തോട്ടവും മറ്റും വാങ്ങിയ പലർക്കും CPMകാരെ പേടിച്ച് ആ തോട്ടം ഉപേക്ഷിച്ച് ഓടേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഇടുക്കി ശാന്തൻപാറയിൽ സർക്കാർ ഭൂമി കയ്യേറിയാണ് CPM പാർട്ടി ഓഫീസ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഇപ്പോൾ തങ്ങൾ സർക്കാർ ഭൂമി കയ്യേറിയെന്ന് CPMന് തന്നെ സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ്. സമ്മതിക്കുക മാത്രമല്ല, പുറമ്പോക്ക് കയ്യേറി നിർമ്മിച്ച സംരക്ഷണ ഭിത്തി പൊളിച്ചു മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഭൂപതിവ് നിയമം ലംഘിച്ചതിന് റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുകയും ഇതിന് ഹൈക്കോടതി വിലക്ക് ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്തതാണ്. എന്നാൽ പാർട്ടി അതിനൊന്നും പുല്ലുവില പോലും കൽപ്പിച്ചില്ല. എന്തായാലും പുറമ്പോക്ക് ഭൂമി കയ്യേറിയാണ് പാർട്ടി ഓഫീസ് നിർമ്മിച്ചത് എന്ന് റവന്യൂ വകുപ്പ് കണ്ടെത്തിയതോടെ നിൽക്കക്കള്ളിയില്ലാതെ സംരക്ഷണ ഭിത്തി CPM പൊളിച്ചു മാറ്റി. താലൂക്ക് സർവേയർ അടയാളപ്പെടുത്തി നൽകിയ ഭാഗമാണ് പൊളിച്ചു മാറ്റിയത്. പാർട്ടി ഓഫീസ് നിർമ്മിച്ചത് പട്ടയമില്ലാത്ത ഭൂമിയിലാണെന്നും റോഡ് പുറമ്പോക്ക് പാർട്ടി കയ്യേറിയെന്നും റവന്യൂ വകുപ്പ് കണ്ടെത്തിയിരുന്നു. നിർമ്മാണ നിരോധനം നിലനിൽക്കുന്ന വില്ലേജിൽ ഗാർഹികേതര ആവശ്യത്തിനാണ് നിർമ്മാണമെന്നും കയ്യേറ്റം നടന്നെന്നും ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടർ CPM ഓഫീസിന് NOC നൽകിയില്ല. എന്നിട്ടും അതിനെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ പാർട്ടി ഓഫീസ് നിർമ്മാണവുമായി നിലനിൽക്കുന്ന വിവാദങ്ങളെ തണുപ്പിക്കാനാണ് സംരക്ഷണ ഭിത്തി പൊളിച്ച് ഇപ്പോൾ CPM തടിയൂരിയിരിക്കുന്നത്. 2022 നവംബർ 25-നാണ് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസിന്റെ പേരിൽ ശാന്തൻപാറ ടൗണിലുള്ള 8 സെന്റ് ഭൂമിയിൽ പാർട്ടിയുടെ ബഹുനില ഓഫീസ് നിർമ്മിക്കുന്നതിനെതിരെ റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. റവന്യൂ വകുപ്പിന്റെ അനുമതിയില്ലാതെ കെട്ടിട നിർമ്മാണം നടത്തുന്നതിന് എതിരെയായിരുന്നു നടപടി. എന്നാൽ ഈ സ്റ്റോപ്പ് മെമ്മോയ്ക്കെല്ലാം പുല്ലുവില നൽകിക്കൊണ്ട് CPM പാർട്ടി ഓഫീസിന്റെ നിർമ്മാണം തുടർന്നു. ഭൂപതിവ് ചട്ടം ലംഘിച്ച CPM ഓഫീസ് നിർമ്മിക്കുന്നതിനെതിരെ കഴിഞ്ഞ ഓഗസ്റ്റ് 22-ന് അതിജീവന പോരാട്ടവേദിയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ഭൂസംബന്ധമായ കേസുകൾ പരിഗണിക്കുന്ന പ്രത്യേക ബെഞ്ചിന് മുന്നിൽ പരാതി ഉന്നയിച്ചു. പരാതി പരിഗണിച്ച കോടതി നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലക്കുകയും ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. എന്നാൽ കോടതി വിലക്ക് പോലും ലംഘിച്ചുകൊണ്ട് അന്ന് രാത്രിയും നിർമ്മാണം തുടർന്നു. നോക്കണേ ഈ ക്രിമിനൽ പാർട്ടിയുടെ അഹങ്കാരം. കോടതികൾക്ക് പോലും പുല്ലുവില. യഥാർത്ഥത്തിൽ കോടതി ഉത്തരവുകളെപ്പോലും മാനിക്കാത്ത ഈ ക്രിമിനൽ പാർട്ടിയെ പണ്ടേ നിരോധിക്കേണ്ടതായിരുന്നു. ക്ഷേമ പെൻഷൻ കേസിൽ ഹൈക്കോടതിയുടെ പരാമർശത്തിനെതിരെ പിണറായി വിജയൻ പറഞ്ഞത് കേട്ടില്ലേ? കോടതി പലതും പറയും, എന്നാൽ സർക്കാരിന് തോന്നുന്നത് പോലെ ചെയ്യും എന്ന്. എന്തായാലും ഹൈക്കോടതിയുടെ ഉത്തരവ് പോലും ലംഘിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുന്നത് മാധ്യമങ്ങളിൽ വാർത്തയാകുകയും അമിക്കസ് ക്യൂറി റിപ്പോർട്ട് നൽകുകയും ചെയ്തതോടെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വീണ്ടും വിഷയത്തിൽ ഇടപെട്ടു. CPM ജില്ലാ സെക്രട്ടറിക്കെതിരെ കോടതി ലക്ഷ്യ നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിയ കോടതി ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ശാന്തൻപാറയിലെ CPM ഓഫീസ് തുറന്ന് പ്രവർത്തിക്കരുത് എന്നും ഉത്തരവിട്ടു. എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ട് കളക്ടർ കത്ത് നൽകിയതിനു ശേഷം നിർമ്മാണം നടത്തിയിട്ടില്ല എന്നാണ് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസിന്റെ ന്യായീകരണം. അത് പച്ചക്കള്ളമാണെന്ന് വ്യക്തമാണ്. കേരളത്തിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന CPMന്റെ പാർട്ടി ഓഫീസുകളെല്ലാം അത്യാഡംബരം നിറഞ്ഞതാണ്. കാരണം നേതാക്കൾക്ക് സുഖിക്കണം. എന്തായാലും പുറമ്പോക്ക് കയ്യേറി നിർമ്മിച്ച പാർട്ടി ഓഫീസിന്റെ സംരക്ഷണ ഭിത്തി പൊളിച്ചത് CPMന്റെ മുഖത്തേറ്റ അടി തന്നെയാണ്. മോഷണം മുതൽ കൈയോടെ പിടിച്ച കള്ളന്റെ അവസ്ഥയിലാണ് ഇപ്പോൾ ഇടുക്കിയിലെ CPM. ഓർക്കാൻ എന്നും കുറെ നല്ല ഓർമ്മകൾ തന്നവർ വെറും ഓർമ്മയായി പോയല്ലോ എന്നോർക്കുമ്പോൾ ഉള്ളിലൊരു പിടച്ചിലുണ്ടാകാറില്ലേ നമുക്ക്? എത്ര വർഷങ്ങൾ കൊഴിഞ്ഞുപോയാലും നമ്മുടെയൊക്കെ ഓർമ്മകളിൽ മധുരമുള്ള ചില ഓർമ്മകൾ ബാക്കിയുണ്ടാകും. സൗഹൃദങ്ങൾ, സഹപാഠികൾ, പ്രണയങ്ങൾ, അധ്യാപകർ, അച്ഛനമ്മമാർ, അയൽക്കാർ, അങ്ങനെ ഒരിക്കൽ നമ്മൾ ആരൊക്കെയോ ആയിരുന്നു അല്ലേ? നേടിയതിൻ്റെയും നഷ്ടപ്പെടുത്തിയതിൻ്റെയും അളവ് നോക്കിയാൽ മുൻതൂക്കം എപ്പോഴും നഷ്ടങ്ങൾക്കു തന്നെയാണ്. അതിൽ ഏറ്റവും വലിയ നഷ്ടം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഇന്നലെകളാണ്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ സമ്മാനിച്ച് പലരും നമ്മളെ വിട്ടുപോയിട്ടുണ്ടാകും. എനിക്കുമുണ്ട് ഒരുപാട് ഓർമ്മകൾ. യാത്രകൾ, സൗഹൃദങ്ങൾ, പ്രണയം, സങ്കടങ്ങൾ, സന്തോഷങ്ങൾ, അങ്ങനെ ഈ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഞാൻ നിങ്ങളോടൊപ്പം. ദി മാർക്കോ പോളോ മെമ്മറീസ് എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും രാത്രി 7:30 നിങ്ങളുടെ DNA ന്യൂസിൽ.